ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 10ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇത് കോണിക് സെക്ഷനിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. എന്താ വന്നിരിക്കുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ്സ് ഓൺ ദ എലിപ്സ് be 7/4, then the absolute difference of the eccentricity of two such ellipse ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം അപ്പം എലിപ്സ് ഇങ്ങനെയായിരിക്കും നമുക്ക് എലിപ്സ് ഇരിക്കുന്നത്. സോ നമുക്കറിയാം. ദെൻ പ്രൊഡക്റ്റ് ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസസ് അല്ലേ. സോ അപ്പം നമുക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. സോ അപ്പോൾ നമ്മളോട് പറഞ്ഞ ദ പ്രൊഡക്റ്റ് ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ്സ് ഓൺ ദ എലിപ്സ് അത് നമുക്ക് തന്നിട്ടുണ്ട്. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസസ് എങ്ങനെ എഴുതാം മക്കളെ? പ്രൊഡക്റ്റ് ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസ് ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? a പ്ലസ് ഇ എക്സ് 1 ഇൻറ്റു a മൈനസ് ഇ എക്സ് 1 എന്ന് വരും. സോ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു x1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, റെഡി? x1 സ്ക്വയർ നമുക്ക് എത്ര കിട്ടും? 3 നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. x1 സ്ക്വയർ 3 വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് a സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു 3 എന്ന് നമുക്ക് കൊടുക്കാം. 3 എന്ന് കൊടുക്കാം. റെഡി? സോ ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 7/4 എന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 7/4 ആണെന്ന് അറിയാം. സോ a സ്ക്വയർ മൈനസ് 3 ഇ സ്ക്വയർ ഈക്വൽ ടു 7/4. സോ ഇവിടെ നമുക്ക് a സ്ക്വയർ ഈക്വൽ ടു 7/4 പ്ലസ് 3 ഇ സ്ക്വയർ നമുക്ക് എഴുതാം. റെഡി? സോ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ 4a സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് 12 ഇ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, 12 ഇ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ആൻഡ് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. √3 ആൻഡ് 1/2 എന്ത് ചെയ്യുന്നുണ്ട്? ലൈസ് ഓൺ, നമ്മളോട് എവിടെ ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 സോ ഞാൻ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്താൽ 3/a സ്ക്വയർ പ്ലസ് 1/4 ബി സ്ക്വയർ ഈക്വൽ ടു 1 വരും. സോ 3/a സ്ക്വയർ പ്ലസ് 1/4 ബി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ എക്സെൻട്രിസിറ്റി ഫോർമുല a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ദിസ് ഈക്വൽ ടു 1. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക ചെയ്യുന്നത്. സോ അപ്പോൾ 12 ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 4a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ വരും. സോ 13 മൈനസ് 12 ഇ സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് 12 ഇ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ വരും. So 13 minus 12 e square equal to 7 minus 7 e square plus 12 e square minus 12 e raised to 4 വരും. So 12 e raised to 4 minus 17 e square plus 6 equal to 0 വരും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇക്ക് √3/2 എന്നും കിട്ടും. ആൻഡ് നമുക്ക് √2/3 എന്ന് നിങ്ങൾക്ക് 2 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഡിഫറൻസസ് ആണ് വേണ്ടത്. സോ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടും? √3/2 മൈനസ് 2/3 വരും. സോ ഇത് സോൾവ് ചെയ്താൽ 3 മൈനസ് 2 √2 ഡിവൈഡ് ബൈ 2 √3 എന്ന് വരും. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ 3 മൈനസ് 2 √2 ഡിവൈഡ് ബൈ 2 √3 എന്നുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ?